ഹലോ ഫ്രണ്ട്സ്, 2025 ഇപ്പൊ റീസെന്റ് പുറത്തിറങ്ങിയ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നടനായ സൂര്യന്റെ ഏറ്റവും പുതിയ മൂവിയായ റെട്രോയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്തായാലും വൺ ലൈനർ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാ മച്ചാമാരെ സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ 1960 തൂത്തുക്കുടി കാണിക്കുന്നു. ഇപ്പൊ അവിടുത്തെ ഹാർബറിനടുത്തൊരു സ്ഥലത്ത് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തന്നെ തിലകൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ ആളെ കാണിക്കുവാണ്. ആളുടെ കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങളായെങ്കിലും ഇതുവരെ ആൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കുട്ടീനെ കിട്ടാനായിട്ട് ഒരുപാട് വഴിപാടെല്ലാം കഴിപ്പിച്ച് ആ ഒരു രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു കുട്ടീനെ കിട്ടുന്നത്. ആ കുട്ടീനെ കണ്ടതും തിലകന്റെ വൈഫാണെങ്കിൽ നമ്മളെ പ്രാർത്ഥന ദൈവം കേട്ട് ഇത് കുട്ടികളുണ്ടാവാത്ത നമുക്ക് ദൈവം സമ്മാനിച്ചതാണ്, ഈ കുഞ്ഞിനെ നമ്മൾ എടുത്തു വളർത്താന്നൊക്കെ തിലകനോട് പറയുന്നു. എന്നാൽ തിലകനാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. ആ കുഞ്ഞിന്റെ വയറിന്റെ ഭാഗത്തായിട്ട് മയിൽപീലി പോലത്തെ ഒരു മാർഗുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കുഞ്ഞിനെ എടുത്തു വളർത്താൻ തിലക് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിലും തിലകന്റെ വൈഫിനാണെങ്കിൽ ആ കുഞ്ഞിനെ വിട്ട് കളയാനും തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ അവര് വാശി പിടിച്ച് ആ കുഞ്ഞിനെ എടുക്കുവാണ്. എന്നിട്ട് പിന്നീട് അങ്ങോട്ട് ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ ഒരുപാട് കെയർ ചെയ്ത് അവർ നോക്കി വളർത്താൻ തുടങ്ങുന്നു. എന്നാൽ തിലകാണെങ്കിൽ ആ കുഞ്ഞിനോട് വലിയ സ്നേഹമൊന്നും കാണിച്ചിരുന്നില്ല. കാരണം ആളുടെ കുഞ്ഞല്ലല്ലോ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ കുട്ടി വളർന്ന് 10 വയസ്സ് പ്രായമാവുന്നു. ആ ഒരു സമയത്ത് തിലകിന്റെ വൈഫിനാണെങ്കിൽ എന്തോ അസുഖം വന്ന് അവർ കിടപ്പിലാവുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആകെ വയ്യാതാവുന്ന ഒരു സമയത്ത് ഇനി അധികം നാൾ താൻ ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ തിലകിന്റെ വൈഫാണെങ്കിൽ ആ കുട്ടീനെ അടുത്ത് വിളിച്ച്, നീ എന്റെ യഥാർത്ഥ മകനല്ല, നിന്നെ ഇന്ന പോലെ ഞങ്ങൾക്ക് കിടന്നു കിട്ടിയതാണ്, അന്ന് മുതൽ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ നിന്നെ നോക്കി വളർത്തുവരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുന്നു. അതിനുശേഷം അവർ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട ആ കുട്ടി ഒരുപാട് സങ്കടപ്പെടുന്നു. ജന്മം കൊടുത്തില്ലെങ്കിലും കർമ്മം കൊണ്ട് അവരവന്റെ അമ്മയാണല്ലോ, അതുകൊണ്ട് തന്നെ വേണ്ട ചടങ്ങുകളെല്ലാം അവർക്ക് വേണ്ടി ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടി ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ജീവിച്ചു വരുവാണ്. അങ്ങനെ അവൻ വലുതാവുന്നു. ഇവനാണ് നമ്മുടെ മൂവിലെ നായകൻ. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം നമ്മുടെ നായകന്റെ അച്ഛനെയാണെങ്കിൽ, അതായത് തിലകിനെയാണെങ്കിൽ കുറച്ച് റൗഡികൾ ആക്രമിക്കാൻ വരുന്നു. ആ ഒരു സമയത്ത് നായകനാണെങ്കിൽ അച്ഛനെ അവരിൽ നിന്ന് രക്ഷിക്കുവാണ്. അങ്ങനെ നായകൻ അയാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ആ സമയത്ത് നായകനോട് അയാൾക്ക് ഒരിഷ്ടം തോന്നുന്നു. അങ്ങനെ ആദ്യമായിട്ട് അയാൾ സ്നേഹത്തോടു കൂടി നായകനെ മോനെ എന്ന് വിളിക്കുന്നു. പിന്നീട് അങ്ങോട്ട് സ്നേഹത്തോടു കൂടി അവനെ കൂടെ നിർത്തുവാണ്. അങ്ങനെ അച്ഛനോടൊപ്പം ചേർന്നതിന് ശേഷം നമ്മുടെ നായകനാണെങ്കിൽ പിന്നീട് അച്ഛൻ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം നോക്കി നടത്താൻ തുടങ്ങുന്നു. അവന്റെ അച്ഛൻ തിലകാണെങ്കിൽ കുറെ ഇല്ലീഗൽ ബിസിനസ് എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം ഏറ്റെടുക്കുന്നതോടെ നായകൻ ചില്ലർ അടിപിടിയും ഗുണ്ടായിസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിക്ക് നായകന്റെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നായകന്റെ ജീവിതത്തിലേക്ക് രുക്മിണി എന്ന് പറയുന്ന നമ്മുടെ നായിക കടന്നു വരുന്നത്. വളരെ അദൃശ്യമായിട്ടാണ് അവർ കണ്ടുമുട്ടുന്നത്. എന്നാൽ അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. ശേഷം പിന്നീട് അത് പ്രണയത്തിലേക്കും വഴിമാറുവാണ്. അങ്ങനെ ആ സീനൊടുക്കട്ടായി വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ആ സീനൊടുക്കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ആഫ്രിക്കയാണ്. അവിടെ ഇപ്പോൾ ഒരു സ്മഗ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ഗോൾഡ് ഫിഷിന്റെ സ്മഗ്ലിംഗ്. എന്നാൽ ഈ ഒരു ഡീൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗോൾഡ് ഫിഷ് ആരോ തട്ടി എടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ സീനൊടുക്കട്ടായി അടുത്ത സീനിൽ വീണ്ടും തിലകിനെ കാണിക്കുന്നു. തിലകിന്റെ ഫസ്റ്റ് വൈഫ് മരിച്ചതോടെ അയാൾ വെറ്റൊരു കല്യാണം എല്ലാം കഴിച്ച് അതിൽ അയാൾക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. നായകന് ഈ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപിടിയൊക്കെ ആയിട്ട് നടക്കുന്നത് നായികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക എപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞ് നായകനോട് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായകൻ ഇതുപോലെ വഴക്കുണ്ടാക്കുന്നത് നായിക കണ്ടു. അങ്ങനെ ഈ കാരണത്താൽ നായകനോട് പിണങ്ങുന്നു. ആ സമയത്ത് നായകൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നു, ഇനി ഇങ്ങനെ തല്ലിനും വഴക്കിനൊന്നും പോവില്ല എന്ന്. അങ്ങനെ അവിടുത്തെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടുകാരെയൊക്കെ കാര്യം അറിയിച്ച് വേണ്ട ചടങ്ങുകളെല്ലാം നടത്തി അവര് കല്യാണം നടത്താൻ പോവാണ്. അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ നായകനാണെങ്കിൽ ഇനി അടിയും വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവില്ല എന്ന് നായികയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ നായകൻ അവന്റെ കൂടെയുള്ള ആൾക്കാരോടും പറയുന്നു, ഇനി അങ്ങനത്തെ ഒരു പരിപാടിക്കും നമ്മൾ പോകരുതെന്ന്. ഇന്ന് മുതൽ നമ്മളെല്ലാവരും നന്നാവാൻ പോവാണ്, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇനി നമ്മൾ ഉണ്ടാക്കില്ല എന്ന്. അങ്ങനെ ഇപ്പൊ നായകന്റെയും നായികന്റെയും കല്യാണം എല്ലാം നടക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഇപ്പോഴാണ് ഇവരെങ്ങനെയാണ് പ്രണയത്തിലായെന്നുള്ളതല്ല ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. ആക്ച്വലി നായിക ഒരു മൃഗ ഡോക്ടറായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നായകൻ അവന്റെ നായ്ക്കുട്ടീനെ കാണിക്കാൻ വേണ്ടി മൃഗാശുപത്രിയിൽ പോകുന്നു. ആ സമയം അവിടെ വെച്ചാണ് ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നത്. എന്നാൽ അതിനു മുമ്പേ ഇവര് തമ്മിൽ മറ്റൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ അമ്മ മരിച്ച് അവരുടെ ചടങ്ങുകളെല്ലാം ചെയ്യാൻ വേണ്ടി നായകൻ പോയ സമയത്ത് അതേ സമയം തന്നെയായിരുന്നു നായികന്റെ അമ്മ മരിച്ച് അവളും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി. എന്നാൽ അവളുടെ അമ്മയ്ക്ക് കൊള്ളി വെക്കാൻ ആണുങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയത്ത് നായകനാണ് കണ്ടറിഞ്ഞ് അവളെ സഹായിച്ചത്. അതായത് നായകനാണ് അവളുടെ അമ്മേന്റെ ചടങ്ങുകളെല്ലാം ചെയ്തത്. അങ്ങനെ അന്ന് ഇവര് പരിചയപ്പെടുന്നുണ്ടായിരുന്നു, ആ ഒരു രീതിയിൽ കണക്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നീട് അവര് ഇവിടെ വെച്ചാണ് യാദൃശ്യമായിട്ട് കണ്ടത്. അങ്ങനെ അന്നത്തെ ഒരു കണക്ഷൻ കൊണ്ട് അവരിവിടെ വെച്ച് നല്ല രീതിയിൽ പരിചയപ്പെടുന്നു. പിന്നീടാണ് അവർ തമ്മിൽ പ്രണയത്തിലായത്. ഇപ്പൊ അത് അവര് കല്യാണം കഴിക്കാൻ പോവാണ്. കല്യാണത്തിന് രുക്മിണി വെക്കുന്ന ഒരേ ഒരു ഡിമാൻഡ് തല്ലിനും വഴക്കിനും ഒന്നും പോകാൻ പാടില്ല, അവന്റെ അച്ഛൻ ചെയ്യുന്ന പോലത്തെ ഇല്ലീഗൽ ബിസിനസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയായിരുന്നു. ശരി, ഞാൻ എല്ലാം ഉപേക്ഷിക്കാമെന്നും പറഞ്ഞ് നായകനാണെങ്കിൽ അവൾക്ക് വാക്കും കൊടുത്തു. അങ്ങനെ അടുത്ത സീനിൽ രുക്മിണിന്റെയും നമ്മുടെ നായകന്റെയും കല്യാണം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. കുടുംബക്കാരെല്ലാവരും കൂടി അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുവാണ്. നായകന്റെ അച്ഛനായ തിലകനും എല്ലാത്തിലും പങ്കെടുത്തുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി അവരുടെ കൂടെയുണ്ട്. അങ്ങനെ അവരുടെ കല്യാണം എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ നായകന്റെ അച്ഛൻ നായകനെ വിളിച്ച് ഒരു കാര്യം ചോദിക്കുന്നു. മൂവിയുടെ ഒരു ഭാഗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു സ്മഗ്ലിങ്ങിനെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരു ഗോൾഡ് ഫിഷിന്റെ സ്മഗ്ലിംഗ്. ആ സമയം ഗോൾഡ് ഫിഷ് ആരെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് തിലകൻ പറഞ്ഞിട്ട് നായകനായിരുന്നു കടത്തിയിട്ടുണ്ടായിരുന്നത്.
ഇപ്പൊ അതെവിടെയെന്നാണ് അയാൾ നായകനോട് ചോദിക്കുന്നത്. ആ ഒരു കേസ് നല്ല റിസ്ക് ഉള്ളതാണ്, രുക്മിണിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല എന്ന്. ഇപ്പൊ ഐറ്റം എവിടെയുള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്ന അച്ഛനും അച്ഛന്റെ ആൾക്കാരും അതിന്റെ പുറകെ ഇറങ്ങും. എന്തെങ്കിലും പിഴവ് പറ്റിയ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ ഞാനും കൂടി തൂങ്ങും. സോ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ചൂടൊന്ന് അവസാനിക്കുന്നിടം വരെ അതെവിടെയുണ്ടെന്ന് ഞാൻ പറയില്ല. പ്രശ്നം ഒന്ന് അറിയുന്ന ശേഷം ഞാൻ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം. ഇങ്ങനെ നായകൻ അച്ഛനോട് പറയുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ നായകനോട് ദേഷ്യം വരുന്നു. ഈ അത് മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ ഈ കല്യാണം ഞാൻ ഇവിടെ വെച്ച് മുടക്കും. ഇങ്ങനെ പറഞ്ഞ് നായകനെ അച്ഛൻ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നായകൻ കുലുങ്ങുന്നില്ല. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കത്തിയെടുത്ത് നേരെ രുക്മിണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നായകനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. നായകന്റെ കഴുത്തിൽ കത്തി വെച്ചതും നായകനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ നായകൻ അച്ഛനോടും അച്ഛന്റെ ആൾക്കാരോടെല്ലാം ഫൈറ്റ് ആവുന്നു. ഇനി തല്ലിലും വഴക്കിലൊന്നും പോവില്ല എന്ന് നായകൻ നായികയ്ക്ക് വാക്ക് കൊടുത്തായിരുന്നല്ലോ. അങ്ങനെ വാക്ക് കൊടുത്തിട്ടും ആ വാക്ക് തെറ്റിച്ച് ഇപ്പൊ നായകൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്ന സമയത്ത് നീ ഒരിക്കലും മാറില്ല, എത്രയൊക്കെ വാക്ക് തന്നാലും നീ അതെല്ലാം തെറ്റിക്കുമെന്നും പറഞ്ഞ് നായകനോട് പിണങ്ങുന്നു. അങ്ങനെ ഈ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് നായിക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്തായാലും ഇപ്പം അച്ഛനോടും അയാളുടെ ആൾക്കാരോടും നായകൻ ഫൈറ്റ് ഉണ്ടാക്കിയോണ്ട് അവർക്ക് നായകനോട് ഭയങ്കര ദേഷ്യമാവുന്നു. അവരെല്ലാവരും നായകന് നേരെ തിരിയുന്നു. എന്തായാലും ഇപ്പൊ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് നായിക പിണങ്ങിപ്പോയോണ്ട് നായകൻ ഒരുപാട് ഫീൽ ആവുന്നു. നായകൻ അവന്റെ മനസ്സിനെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്നാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നായകൻ അവന്റെ കൈ വിട്ടുപോയി. അങ്ങനെ അച്ഛനുമായിട്ട് ഫൈറ്റ് ആയ സമയത്ത് നായകൻ കത്തിവെച്ച് അച്ഛന്റെ കൈ വെട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ നായകനോട് ഭയങ്കര ദേഷ്യമുള്ള അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ അയാളുടെ കൈ വെട്ടിയ കേസിൽ പോലീസുകാർ നായകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ നായകൻ ജയിലിലാവുന്നു. അങ്ങനെ ജയിലിലാവുന്ന സമയത്ത് നായകന്റെ അച്ഛന് പൊളിറ്റിക്കലി ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം യൂസ് ചെയ്തിട്ട് അയാൾ പോലീസുകാരെല്ലാം വശത്താക്കി ജയിൽ വാർഡനോട് പറയുവാണ് ആ ഗോൾഡ് ഫിഷ് എവിടെയുണ്ടെന്നുള്ള കാര്യം അവിടെ വെച്ച് അവനെ കൊണ്ട് പറയിക്കണമെന്ന്. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവനെ ടോർച്ചർ ചെയ്യാം, പക്ഷെ അവനെ കൊല്ലരുത്. അങ്ങനെ തിലകൻ ഈ രീതിക്ക് പോലീസുകാർക്ക് ഓർഡർ ഇടുന്ന സമയത്ത് പോലീസുകാർ അതേപോലെ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് നായകനെ ഒരുപാട് ടോർച്ചർ ചെയ്ത് അവനെ കൊണ്ട് അത് പറയിക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിക്കുവാണ്. എന്നാൽ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും നായകനാണെങ്കിൽ അതൊന്നും പറയുന്നില്ല. അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു 5 കൊല്ലം കഴിഞ്ഞു പോകുന്നു. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ ഗോൾഡ് ഫിഷ് എവിടെയാന്നുള്ള കാര്യം നായകനെ കൊണ്ട് പറയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ സ്മഗ്ലിങ്ങില് നായകന്റെ അച്ഛനോടൊപ്പം മറ്റൊരു രാഷ്ട്രീയക്കാരനും കൂടി ഉണ്ടായിരുന്നു. ഇത്രയും നാളായിട്ടും അതിനെപ്പറ്റി ഒരു വിവരം കിട്ടാത്തതുകൊണ്ട് അയാളാണെങ്കിൽ നായകന്റെ അച്ഛനോട് ദേഷ്യപ്പെടുന്നു. എത്ര വേഗം നിന്റെ മകനെ കൊണ്ട് അത് എവിടെയുണ്ടെന്ന് പറയിച്ച് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇങ്ങനെയെല്ലാം അയാൾ നായകന്റെ അച്ഛനോട് പറയുന്നു. അത് ആഫ്രിക്കക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ഇവരൊരു വലിയ തുകയ്ക്ക് മറച്ചു വെക്കാനായിരുന്നു പ്ലാൻ. അത് അവിടെ നിന്ന് തട്ടിയെടുത്തതും അതായത് നായകന്റെ കയ്യിലേക്ക് എത്തിയതും അതുവരെ അത് മറച്ചു വെക്കാനുള്ള ഡീലിംഗ്സ് എല്ലാം ഉണ്ടാക്കി വലിയൊരു എമൗണ്ട് എല്ലാം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നേ വരെ ഡീലുണ്ടാക്കിയ ആൾക്കാർക്ക് അത് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ പേരിൽ വലിയൊരു തുക കൈപ്പറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവർക്ക് അത് എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പണിയാവുന്നതാണ് തിലകനോട് അയാളുടെ പാർട്ണർ പറയുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിലെ ജയിലിലുള്ള നമ്മുടെ നായകനെ കാണിക്കുന്നു. ഇപ്പൊ നായകനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് അവന്റെ ഒരു ഫ്രണ്ട് വരുവാണ്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് നായകനെ കാണാൻ വേണ്ടി വന്ന അവന്റെ ഫ്രണ്ട് രുക്മിണി ഇപ്പൊ എവിടെയുള്ളതെന്നുള്ള കാര്യം നായകനോട് പറയുന്നു. അവളിപ്പോൾ ഉള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. അവിടെ ഒരു ക്ലിനിക്കെല്ലാം വെച്ച് അവൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം അറിയുന്ന നായകൻ എത്രയും വേഗം ജയിലിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അവിടുത്തെ എസ്പിനെ നായകനെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ വിളിച്ച് താൻ ഇങ്ങനെ ജയിലിലാവാനുണ്ടായ കാരണവും അതിന് പുറകിലെ ആ ഗോൾഡ് ഫിഷിന്റെ സ്മഗ്ലിങ്ങും എല്ലാം നായകൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. എനിക്കിനി ആ കേസിന്റെ പേരിൽ തൂങ്ങാൻ വയ്യ, അതുകൊണ്ട് അത് എവിടെയുള്ളതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങളത് യാതൊരു പ്രശ്നം വരാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യണം. അതേപോലെ എന്നെ ഈ കേസിൽ നിന്ന് ഒന്നും ഒഴിവാക്കി തരണം. ഇങ്ങനെയും പറയുന്ന സമയത്ത് അയാൾക്ക് നായകനെ മനസ്സിലാവുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ നായകനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ നായകൻ ആ ഗോൾഡ് ഫിഷ് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഇതേസമയം നായകൻ ജയിലിൽ നിന്ന് റിലീസായ കാര്യം നായകന്റെ അച്ഛനും അയാളുടെ ആൾക്കാരും അറിയുവാണ്. അങ്ങനെ നായകനെ പിടിക്കാനും അവനെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിക്കാനും നായകന്റെ അച്ഛൻ അയാളുടെ ആൾക്കാരെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ നായകൻ അവരെ എല്ലാവരും തിരിച്ചാക്രമിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നു. നായകൻ ജയിലിൽ കിടന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ ജയറാമാണ്. ഇപ്പൊ നായകൻ ജയിലിൽ നിന്ന് ഇറങ്ങി നായികയുള്ള ആൻഡമാനിലേക്ക് പോകാൻ നിൽക്കുവാണ്. അവിടേക്ക് നായകന്റെ ഐഡി ഉപയോഗിച്ച് എന്തായാലും പോകാൻ പറ്റില്ല, പോയാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ജയറാം ചെയ്യുന്ന ക്യാരക്ടറായ അതായത് ആ ഡോക്ടറിന്റെ ഐഡി ഉപയോഗിച്ച് ആളുടെ ഐഡന്റിറ്റിയിലാണ് നായകൻ അവിടേക്ക് പോകുന്നത്. നായകൻ അവന്റെ അവസ്ഥയെല്ലാം പറഞ്ഞപ്പോൾ അയാൾ തന്നെയാണ് അതിന് നായകൻ അനുവാദം കൊടുത്തത്. അങ്ങനെ ഇപ്പൊ ആ ഒരു ഡോക്ടറെ പോലെ അവിടേക്ക് എത്തിയ നമ്മുടെ നായകനാണെങ്കിൽ അവിടെ മുഴുവൻ നായകനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറെ അന്വേഷിച്ച് നായിക എവിടെയുള്ള എന്നുള്ള കാര്യം നായകൻ കണ്ടെത്തുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ കാണുന്ന സമയത്ത് സംഭവിച്ചു പോയ കാര്യങ്ങൾക്കെല്ലാം നായകൻ അവളോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഇന്നേ വരെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കഴിഞ്ഞ 5 കൊല്ലം ഞാൻ ശിക്ഷ അനുഭവിച്ചു. ഇപ്പൊ ശിക്ഷയെല്ലാം കഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി നിന്റെ അടുത്തേക്ക് നിനക്ക് വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. അതും ഇന്ന പോലെ ഒരു ഫേക്ക് ഐഡന്റിറ്റി ഇല്ല. സോ ഇനിയെങ്കിലും എന്നോട് പുറത്ത് എന്റെ കൂടെ നിനക്ക് വന്നുകൂടെയെന്ന് നായകൻ അവളോട് ചോദിക്കുന്നു. നീ മാറിയെന്ന് എനിക്കും കൂടി ഉറപ്പ് വരട്ടെ, അപ്പൊ ഞാൻ നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞ് നായികയാണെങ്കിൽ അങ്ങനെ അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നു. ശേഷം നമ്മുടെ നായകൻ എങ്ങനെയെങ്കിലും നായികനെ കൺവിൻസ് ചെയ്ത് അവളെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കുവാണ്. അവൾ പറഞ്ഞ പോലെ താൻ മാറിയെന്ന് അവളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പിന്നീട് നായകൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവിടെ തന്നെ താമസിക്കുന്നു. ഇതേ സമയം തന്നെ അവിടെ മറ്റൊരു കാര്യം കാണിക്കുന്നു. രാജവേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അയാളുടെ കൺട്രോളിലായിരുന്നു ഈ ദ്വീപ് മുഴുവൻ. അവിടെയുള്ള എല്ലാ ജനങ്ങളെയും അയാൾ കൺട്രോളിൽ വെച്ചിരിക്കുവായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അവിടേക്ക് പുതുതായിട്ട് എത്തിയ നായകൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നായകൻ അവിടെ വളരെ മാന്യനായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നായിക ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നായകൻ ശരിക്കും മാറി എന്നുള്ളത് നായികയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾക്ക് പണ്ടത്തെ പോലെ അവനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിലകിനെ കാണിക്കുവാണ്. അയാളിപ്പോ രുക്മിണി എവിടെയുള്ള എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. രുക്മിണി അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നായകൻ പോയിരിക്കുന്നത് അവിടേക്ക് തന്നെ ആയിരിക്കും
സഹായിക്കുമെന്ന് അയാൾ ഉറപ്പിക്കുന്നു. അങ്ങനെ ആ സീനിലൂടെ കട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ദ്വീപിലുള്ള ജനങ്ങളെല്ലാം കൺട്രോളിൽ വെച്ചിരിക്കുന്ന രാജവേൽ എന്ന് പറയുന്ന വ്യക്തിന്റെ മകനെയാണ്. ഇവന്റെ പേര് മൈക്കിൾ എന്നാണ്. ഇവനാണ് ശരിക്കും പറഞ്ഞ ഈ മൂവിയിലെ മെയിൻ വില്ലൻ. മൈക്കിൾ അവന്റെ അച്ഛനും കൂടിയായിരുന്നു ഈ ദ്വീപിനെ തന്നെ കൺട്രോളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ അധീനതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം ഒരു മോചനത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ എത്രയൊക്കെ പോരാടിയാലും എത്രയൊക്കെ ശ്രമിച്ചാലും അതിന് കഴിയത്തില്ലായിരുന്നു. എന്തെങ്കിലും തങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടേക്ക് ഒരു ദൈവം വരുമെന്നായിരുന്നു അപ്പോഴും അവർ വിശ്വസിച്ചിരുന്നത്. ശരിക്കും ഇവിടുത്തെ ഈ വില്ലന്മാര് ജനങ്ങളെ അടിമകളെ പോലെ വെച്ച് അവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുകയും എതിർത്ത് നിൽക്കുന്നവരെ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 1960 മുതൽ ഈ ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റിയുള്ള ചില ഫ്ലാഷ് ബാക്ക് അല്ല ഈ സമയത്ത് മൂവിയിൽ പറയുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ യുവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നീച്ച പ്രവൃത്തികളെല്ലാം എങ്ങനെയോ അറിയുവാണ്. അതറിഞ്ഞത് നായകന്റെ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ പോകുന്നു. എന്നാലും നായികയ്ക്ക് വേണ്ടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് നായകൻ വിചാരിക്കുവാണ്. കാരണം അവളുടെ മുമ്പില് താനിപ്പോ പഴയ ആളല്ല എന്ന് അവൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വില്ലന്മാര് നമ്മുടെ നായകൻ ശരിക്കും ആരാണെന്നുള്ളത് എങ്ങനെയോ അറിയുന്നു. നായകൻ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ അവരാണെങ്കിൽ ഇപ്പൊ നായകനെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്നു. ഈ സമയം വേറെ നിവൃത്തിയില്ലാതെ നായകൻ അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കേണ്ടി വരുന്നു. ഈ സമയം നമ്മുടെ നായിക ഇതെല്ലാം കാണുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഇവൻ മാറാൻ പോകുന്നില്ല എന്ന് നായിക ഈ സമയം മനസ്സിലാക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഫീലായി നമ്മുടെ നായകന്റെ അടുത്ത് വന്ന് പറയുവാണ്, എനിക്ക് ഇതിന്നല്ല നീ പറഞ്ഞവരെ മാറണമെന്നുണ്ട്. എന്നെന്റെ സാഹചര്യങ്ങൾ എന്നെ അതിനനുവദിക്കുന്നില്ല. അതേപോലെ നിന്നെ എനിക്ക് വിട്ടുകളയാനും തോന്നുന്നില്ല. നീയും എപ്പോഴും എന്റെ കൂടെ വേണം എന്ന് ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ നായിക അവളുടെ പഴയ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. ഇല്ല, നമ്മൾ തമ്മിൽ ഒട്ടും ശരിയാവില്ല. ഇനി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാം. ഇങ്ങനെയും പറഞ്ഞ അവളാണെങ്കിൽ അവനെ വിട്ടു പോവുകയാണ്. അങ്ങനെ വീണ്ടും നായകനെ നകന്നു പോകുമ്പോൾ നായകന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭ്രാന്ത് പിടിക്കുന്നു. ഇതേ സമയം തന്നെ ആ വില്ലന്മാരാണെങ്കിൽ അവിടുത്തെ നാട്ടുകാരെ ഉപദ്രവിക്കുന്നതെല്ലാം നായകൻ കാണുവാണ്. ഇതും കൂടി ആവുമ്പോൾ രുക്മിണി പോയ വിഷമവും ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഉള്ള ദേഷ്യവും എല്ലാം കൂടി ആയിട്ട് നായകൻ പൊട്ടിത്തെറിക്കുന്നു. അത് ഈ വില്ലന്മാരിൽ നിന്ന് ആ നാട്ടുകാർക്ക് ഒരു മോചനം കൊടുക്കാൻ വേണ്ടി നായകൻ നാട്ടുകാർക്ക് വേണ്ടി അവരോട് പോരാടുന്നു. ഇങ്ങനെയുള്ള ഈ സമയത്താണ് മറ്റൊരു കാര്യം മൈക്കിൾ അവന്റെ അച്ഛനോട് പറയുന്നത്. നായകൻ ഒരു സ്മഗ്ലിംഗ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഗോൾഡ് ഫിഷിന്റെ. സോ അത് നായകന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അവന്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുക്കണം എന്നൊക്കെയാണ് മൈക്കിൾ അവന്റെ അച്ഛനോട് പറയുന്നത്. ഇത് ഇവരെങ്ങനെ അറിഞ്ഞു എന്നല്ലേ നായകന്റെ അച്ഛനായ തിലകാണ് ഇവരെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചത്. നായകൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയാൾ ഈ കാര്യം ഇവരെ അറിയിച്ചതാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നായകൻ ആരാണ്, നായകൻ ഇവിടേക്ക് എത്തിയത് ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലാണെന്നുള്ള കാര്യങ്ങളല്ല ഇവർ മനസ്സിലാക്കിയത്. ഇപ്പൊ അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നായകന്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. ഇങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ നായകന്റെ വയറ്റിലായിട്ട് ഒരു മയിൽപ്പീലി പോലെയുള്ള മറുകുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊരു ദിവസം അവിടുത്തെ നാട്ടുകാർ കാണാനിടയാവുകയാണ്. ഇത് കണ്ടതോടെ അടിമകളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇവിടുന്ന് മോചനം കൊടുക്കാൻ വേണ്ടി ദൈവപിറവി എടുത്തു വന്ന ആളാണ് നായകൻ എന്നുള്ളത് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അവരൊരു ദൈവത്തിനെ പോലെ നായകനെ ആരാധിക്കാൻ തുടങ്ങുവാണ്. എന്നാൽ ഇവര് എന്തിനു വേണ്ടിയാണ് തന്നെ ഈ ഒരു രീതിയിൽ ആരാധിക്കുന്നതെന്ന് നായകന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായകൻ മറ്റൊരു കാര്യം അറിയുന്നത്. അതായത് മറ്റൊരു ഫ്ലാഷ് ബാക്ക്. ശരിക്കും നമ്മുടെ നായകൻ ജനിച്ചത് ഈ ദ്വീപിലായിരുന്നു. ആ സമയത്ത് ഈ ദ്വീപിനെ കൺട്രോളിൽ വെച്ചിരുന്ന മൈക്കിളിന്റെ അച്ഛൻ മൈക്കിളിനെതിരെ പോരാടാൻ നായകന്റെ പാരന്റ്സ് ആൾക്കാരെ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞിട്ട് അവരെ കൊന്നു കളഞ്ഞതാണ്. അങ്ങനെ മൈക്കിളിന്റെ അച്ഛന്റെ ആ പ്രവൃത്തി കൊണ്ട് അനാഥയായി പോയ നമ്മുടെ നായകനെ, അതായത് ആ സമയത്ത് നായകൻ കുഞ്ഞായിരുന്നല്ലോ, ഇവിടുത്തെ നാട്ടുകാരിൽ കുറച്ച് ആൾക്കാരാണ് അവന്റെ സുരക്ഷിതത്വം നോക്കി ദൂരെ ഒരു സ്ഥലത്തെ ഓർഫനേജിലാക്കാൻ കൊണ്ടുപോയത്. ആ സമയത്ത് കുട്ടീനെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും നായകനെ കിട്ടിയത്. അന്ന് ഈ നാട്ടുകാര് നായകൻ ഇവിടെ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവന്റെ പാരന്റ്സിനോടുള്ള ദേഷ്യം കൊണ്ട് മൈക്കിളിന്റെ അച്ഛൻ അവനെയും കൊന്നേനെ. ഇപ്പൊ എന്തായാലും നായകൻ തിരിച്ചു വന്നപ്പോ അവന്റെ ആ മറുക കണ്ട് അവനെ തിരിച്ചറിയുന്ന നാട്ടുകാര് അവരെ ഈ വില്ലന്മാരിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി എത്തിയ ദൈവമാണ് നീ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ ഇതും കൂടി അറിഞ്ഞതും ജീവൻ കൊടുത്തും ഈ നാട്ടുകാരെ ആ വില്ലന്മാരിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് നായകൻ വിചാരിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മുടെ നായകൻ രാജവേലിനും അയാളുടെ മകൻ മൈക്കിളിനും എതിരെ ശക്തമായി നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും അവരെ തറപറ്റിച്ച് ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് നായകൻ വിചാരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നായകൻ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് അവർക്ക് അവരുടെ നാട് തിരിച്ചു പിടിക്കണം. അതുപോലെ നായകൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗോൾഡ് ഫിഷ് എവിടെയുണ്ടെന്നുള്ള കാര്യം അവർക്കറിയണം. അതിനുവേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നായകൻ ഒരു ഘട്ടത്തില് രാജവേലിനെയൊക്കെ തോൽപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന അടിമകളെ പോലെ ജീവിച്ചിരുന്ന ജനങ്ങളെല്ലാം അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. ഈ സമയം നായകന് മുമ്പേ തോറ്റുപോയ രാജവേലാണെങ്കിൽ അപമാനത്താൽ സ്വയം മരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ജനങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന നമ്മുടെ നായകനെ കാണുന്ന സമയത്ത് നായികയ്ക്ക് അവനോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു, ഒരുപാട് ആരാധന തോന്നുന്നു. ഇത്രയും നാൾ നായകൻ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നായിക വിചാരിച്ചത് ഇവനൊരു കാര്യമില്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെന്നാണ്. എന്നാൽ ഇപ്പൊ അവൻ ആ നാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഇങ്ങനെല്ലാം പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയതും നായികയ്ക്ക് അവന്റെ മേലുണ്ടായിരുന്ന ആ ദേഷ്യമെല്ലാം മാറി. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഒരുമിക്കുകയാണ്. എന്നാൽ ഇതേ സമയം മൈക്കിളിനാണെങ്കിൽ നായകനോടുള്ള ദേഷ്യം കൂടിയല്ലോ. അങ്ങനെ അവൻ നായകനെ തറ പറ്റിക്കാൻ വേണ്ടി നായകനെ വളർത്തച്ഛനായ തിലകനെയും അയാളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇപ്പതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നായകനോട് പറയുന്നു, എനിക്ക് ഈ നാട്ടുകാർക്കും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടി അവരോട് പോരാടിയേ മതിയാവുള്ളൂ. സോ ഈ ഒരു പ്രാവശ്യം കൂടി നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിനക്ക് തന്ന വാക്ക് തെറ്റിക്കുവാണ്. ഇതിനുശേഷം ഒരിക്കലും നീ പറഞ്ഞ പോലെ ഞാനൊരു പ്രശ്നത്തിനും പോവില്ല, എല്ലാം നിർത്തിക്കോളാം. ഇത് കേൾക്കുന്ന നായിക അവൻ അതിന് വേണ്ട പെർമിഷൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ നായകൻ അവരോട് പോരാടാൻ റെഡിയാവുകയാണ്. ഇതേ സമയത്താണ് മറ്റൊരു കാര്യം പറയുന്നത്. ശരിക്കും നായകൻ കടത്തിക്കൊണ്ട് വന്നു എന്ന് പറയുന്നത്, അതായത് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് സ്വർണ്ണമൊന്നുമല്ലായിരുന്നു. അതൊരു തരത്തിലുള്ള വെടിമരുന്നായിരുന്നു. റോക്കറ്റ് ലോഞ്ചിനൊക്കെ യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു വെടിമരുന്ന്. അത് വെച്ച് വലിയ എന്തോ ഒരു മിഷനായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പം നായകന്റെ വള്ളത്തച്ഛനും മൈക്കിളെല്ലാം നായകന് നേരെ തിരിഞ്ഞ് ഈ ഒരു രീതിക്ക് വരുമ്പോൾ നായകൻ ആ ഗോൾഡ് ഫിഷ് എടുത്ത് അവർക്ക് നേരെ ഉപയോഗിക്കുന്നു. അങ്ങനെ വരുന്നവരെയല്ല ഈ ഒരു രീതിക്ക് നായകൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ എല്ലാവരെയും തോൽപ്പിച്ച് ആ ജനങ്ങൾ ആഗ്രഹിച്ച പോലെ
പോലെ അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കുന്നു. അങ്ങനെ ഈ സമയം നായകൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇന്ന് ഈ ജനങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ, അത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നീയാണ്, നീ ചെയ്തത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നായകനെ ഒരുപാട് പുകഴ്ത്തുന്നു. അങ്ങനെയെല്ലാം ഭംഗിയായി അവസാനിക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെ കല്യാണമാണ്. അന്ന് മുടങ്ങിപ്പോയ കല്യാണം ഇപ്പൊ എല്ലാം ഓക്കെ ആയി വന്നപ്പോ ഭംഗിയായിട്ട് അവർ നടത്തുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുകയും ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.